ഇപ്പോൾ എല്ലാവരും അവരവരുടെ സിനിമയെക്കുറിച്ച് നല്ലതേ പറയാറുള്ളൂ. അങ്ങനെ പറയാവൂ. ഞാനും നല്ലത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ വീപ്പിംഗ് ബോയ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സബ്ജക്റ്റാണ് ഒരു പടത്തിൻ്റെ പ്രധാനം. ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിൽ ലോകത്ത് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. അതെന്താണെന്ന് എന്നോട് ചോദിക്കരുത്. കാരണം ഇപ്പം സിനിമ ഇറങ്ങാൻ പോകുന്നതുകൊണ്ട് ഈ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ആണ് ഇതിലെ സബ്ജക്റ്റും. അത് കണ്ട് തന്നെ വിലയിരുത്തുക. ഇങ്ങനെ ശരിക്കും നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു കാര്യം, ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യം, ഇത് വളരെ പച്ചയായിട്ട് ഇതിൻ്റെ ഒരു സീരിയസ്നെസ്, ഇത് സത്യാവസ്ഥയാണ്. ആ സത്യാവസ്ഥയ്ക്കുള്ള അതിനുള്ളിൽ ഉള്ള ഒരു സീരിയസ്നെസ് ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്ന് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കും. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എൻ്റെ ക്യാരക്ടറെക്കുറിച്ച് പറഞ്ഞാൽ അനിവാര്യമായ അതിന് ഈ കഥാപാത്രത്തെ പറ്റിയ ഒരാളായിട്ടാണ് അവർ എന്നെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ഞാനൊരു ഡോക്ടറായിട്ടാണ് അത് അഭിനയിക്കുന്നത്. അപ്പോൾ ആ ഡോക്ടറുടെ ഇങ്ങനെ ഉള്ള ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറുടെ സ്വഭാവം അത് കറക്റ്റായിരിക്കും. കാരണം ഇതിൻ്റെ സിറ്റുവേഷൻ ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ സിറ്റുവേഷന് യോജിച്ച ഒരാളായിരിക്കണം എന്ന് അവർക്ക് തോന്നിയുകൊണ്ടാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. ജഗദീഷിൻ്റെ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം. ശ്രീനിവാസനെ സംബന്ധിച്ചും പിന്നെ പ്രധാന ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ശ്രീനിവാസന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് ഈ പടം കാണുമ്പോഴും അല്ലെങ്കിൽ അഭിനയിച്ച സമയത്തും ക്യാരക്ടർ പറഞ്ഞപ്പോഴൊക്കെ നമുക്ക് കേട്ടവർക്ക് തോന്നി. അങ്ങനെ തന്നെയാണ് അതിപ്പം ഡയറക്ടറുടെ മനസ്സിലുള്ള ഒരു കഥാപാത്രം എങ്ങനെയായിരിക്കണം, ആ ക്യാരക്ടറിനനുസരിച്ചുള്ള ഒരു കഥാപാത്രം അത് ആര് ചെയ്യും, അത് ഇന്ന ആൾ കറക്റ്റാവും, ചിലപ്പോൾ മറ്റേ ആളെക്കാട്ടിൽ പിന്നെ സ്യൂട്ടാവുന്ന ഇന്ന ആളായിരിക്കും എന്നൊക്കെ സിനിമയെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും കഥയെക്കുറിച്ചും ഒക്കെ ബോധമുള്ള ഒരാൾക്ക് ഒരു നല്ല സംവിധായകനാകാൻ സാധിക്കുകയുള്ളൂ. ആ കഥാപാത്രത്തിൻ്റെ മാനറിസംസ്, അയാളുടെ ലുക്കുകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളതിനകത്ത്. എന്നാലേ അത് ഒരു ഡയറക്ടർക്കും കഥയ്ക്കും സിനിമയ്ക്കുമൊക്കെ കെട്ടുറപ്പുണ്ടാക്കുകയുള്ളൂ. എല്ലാം കൂടെ ചേരുമ്പോഴല്ലേ ഒരു നല്ല ഇത് വരുള്ളൂ. അപ്പോൾ എനിക്ക് ആപ്റ്റായിട്ട് തന്നെ തോന്നി. ഇന്ന് ഒരുപാട് പുതിയ ആൾക്കാർ സിനിമാ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സംവിധായകരും മറ്റ് ടെക്നീഷ്യൻസും അതിലുപരി അഭിനേതാക്കളും. ഇതിൻ്റെ സംവിധായകൻ ഫെലിക്സ് ജോസഫ് എന്ന് പറഞ്ഞ സിനിമയെ സംബന്ധിച്ച് പുതുമുഖമാണ്. നേരത്തെ ആഡ്സ് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള, ആഡ് ഫിലിംസ് ധാരാളം വർക്ക് ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ്. അതുകൊണ്ടാകാം എനിക്ക് തോന്നിയത് ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ വളരെ കുറച്ച് ദിവസത്തെ വർക്ക് എനിക്ക് ഈ സിനിമയിലുള്ളൂ. പക്ഷേ ഉള്ള സമയത്തുള്ളൊരു അനുഭവം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കുറവുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. പുള്ളിയുടേതായ ചില ഉദ്ദേശങ്ങളും കാര്യങ്ങളും ഐഡിയകളും തീരുമാനങ്ങളുമൊക്കെ മനസ്സിൽ ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി. അത് പരമാവധി പുള്ളി അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഈ കുറഞ്ഞ ദിവസങ്ങളുള്ള എൻ്റെ ഒരു നിഗമനം. എനിക്കങ്ങനെ തന്നെയാണ് തോന്നിയത്. വളരെ പ്രതീക്ഷയുള്ള ഒരു സംവിധാനമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിനകത്തൊരു ചെറിയ പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ചേരായ്മ എന്ന് പറയുന്നതിന് പകരം മോശഭക്ഷണത്തിലൊരു നല്ല ഐറ്റം കൂടെ പെടുത്താം. അങ്ങനെയും ഒരു വശമുണ്ടാകും. സ്കൂളിലും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഇത് മോശമാണെന്നല്ല പറയുമ്പോൾ, മറ്റത് ഞങ്ങൾ ഈ നേരത്തെയുള്ള ഈ പറഞ്ഞ ആക്ടേഴ്സ് അത് നല്ലതാണെന്നോ മറ്റൊരു മോശമാണെന്നല്ല ഞാൻ പറയുന്ന അർത്ഥം. രണ്ട് ഇങ്ങനെയും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാണ്. അത് എന്താണെന്ന് അത് സിനിമയുടെ ഒരു ഭാഗമാണ്. അത് ഒരു പക്ഷേ കച്ചവടത്തിൻ്റേതായ ഒരു ഭാഗമായിരിക്കാം. ഇപ്പം അതിന് എപ്പോഴും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കിട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പുതിയ ആൾക്കാരേക്കാൾ കുറച്ചുകൂടി ഒരു എളുപ്പം ചിലപ്പം ഡയറക്ടർക്കോ പ്രൊഡ്യൂസർക്കോ സ്ക്രിപ്റ്റ് റൈറ്റർക്കോ തോന്നാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ്. പുതിയ ആൾക്കാർ പലർക്കും ഒരുപാട് ടാലൻസ് ഉള്ള ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ ടാലൻസ് അനുസരിച്ച് ഇതൊരു എക്സ്പീരിയൻസിൻ്റെ ഒരു കാര്യം കൂടിയാണ്. അത് കുറേയൊക്കെ ഇപ്പം നല്ല ടാലൻ്റ് ഉള്ളതായിരിക്കും. പക്ഷേ
ഇത് പ്രത്യേക ഒരു രീതി ആയത് കാരണം ഇത് ചെയ്ത് പിന്നെ നന്നാവുക വല്ലതും ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം എളുപ്പത്തിനും എല്ലാം കൊണ്ടും അതൊരു പരിചയസമ്പന്നരായ കുറച്ച് ആൾക്കാരെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ബിസിനസ് പരമായിട്ടും വർക്ക് നടക്കാനും അവർക്കെല്ലാം കുറച്ച് സുഖം ഈസി ആയിരിക്കും എന്നുള്ളതാണ്, എളുപ്പമുണ്ട്. അതാണ് ഒരു കാര്യം. അതാണ് സിനിമകളിലെ ഒരു കെട്ടുറപ്പ്, അല്ലെ സിനിമയുടെ ശക്തി. നല്ല സിനിമകൾ മനുഷ്യരുടെ മനസ്സിൽ വർഷങ്ങളായിട്ടും കടന്നുകൂടിയിരിക്കുന്നു, ഇപ്പോഴും മനസ്സിലുണ്ട് എന്ന് പറയുന്ന, അങ്ങനെ പറയിപ്പിച്ച സംവിധായകരാണ് പത്മരാജനും ഭരതനും, അങ്ങനെ കെ ജി ജോർജ്, മോഹൻ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അതൊരു സംശയം. സിനിമയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയവരാണ്. എന്നാൽ സിനിമയ്ക്ക് അതിന് മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് ഉണ്ടായിട്ടുണ്ട്. പി എൻ മേനോൻ സിനിമ, അദ്ദേഹം സിനിമയ്ക്ക് മാറ്റം ഉണ്ടാക്കി. പിന്നെ എന്താണ് 70കളിലൊക്കെ പടങ്ങൾ ചെമ്പരത്തി, അതുപോലെ ചില പടങ്ങൾ ഒക്കെ മാറ്റം ഉണ്ടാക്കിയ സിനിമകളുണ്ട്. പിന്നീട് അതിന് ശേഷം വന്ന നല്ല അതുപോലെ ശക്തിയായ കഥകളും സിനിമയ്ക്ക് പ്രത്യേകിച്ചൊരു ചട്ടക്കൂട് വേണമെന്ന് നിയമമില്ല, ഇന്ന താരങ്ങളുണ്ടെങ്കിൽ മാത്രമേ കടത്തിന് ആൾ വരുള്ളൂ എന്നൊരു സങ്കല്പത്തിന് അത് പൊളിച്ചുകൊണ്ട് സിനിമയിലേക്ക് വന്ന കലാകാരന്മാരാണ് നമ്മളിപ്പോൾ സംസാരിച്ച ഈ പറഞ്ഞവരെല്ലാം. അത് ആ സിനിമയ്ക്ക് അന്നുള്ള ആ 80കൾ സിനിമയ്ക്കെല്ലാം ഒരു ശക്തി ഉണ്ടായിരുന്നു, കഥയ്ക്ക് ശക്തി ഉണ്ടായിരുന്നു, പ്രത്യേകത ഉണ്ടായിരുന്നു, മൂല്യമുണ്ടായിരുന്നു, പുതുമയുണ്ടായിരുന്നു. ഇതൊക്കെ ഇന്നും കിടക്കുക. അപ്പോൾ ഇന്ന് വരുന്ന ഒരുപാട് സിനിമകളിൽ നിന്ന് ന്യൂ ജനറേഷനിലൊക്കെ പറഞ്ഞ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. പക്ഷേ നല്ല സിനിമകൾ അതിനകത്തുണ്ട്, ഇല്ലത് പറയുന്നില്ല. ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ സിനിമകൾ തന്നെയാണ് ഈ പിൽക്കാലത്ത് രണ്ടാമത് വന്ന രതിനിർവേദം സിനിമ. ആ രതിനിർവേദം സിനിമ രണ്ടാമത് വന്നപ്പോഴും ഹിറ്റായി. ആദ്യത്തെ പടം സൂപ്പർ ഹിറ്റായി. പക്ഷേ മനസ്സിൻ്റെ കൂടുതലും മനസ്സിൽ കിടക്കുന്നത് രതിനിർവേദം തന്നെ, ഒറിജിനൽ രതിനിർവേദം തന്നെയാണ്, ഒരു സംശയമില്ല. മറ്റേ പടം മോശമെന്നല്ല പറഞ്ഞത്, എന്നാൽ അത് അപ്പോഴും പത്മരാജൻ്റെ കഥയുടെ ശക്തിയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത്രയും വർഷത്തിന് മുമ്പും ഇനിയിപ്പം ഈ രതിനിർവേദം എന്ന് പറയുന്ന സബ്ജക്റ്റ് അടുത്ത 25 വർഷം കഴിഞ്ഞാലും പുതുമയാണ്. കാരണം അത് മനുഷ്യൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഒളിഞ്ഞു കിടക്കുന്ന അല്ലെ പരസ്യമായ രഹസ്യമായ ഒരാഗ്രഹത്തിൻ്റെ സംഭവമാണത്. ഉള്ളിൽ കിടക്കുന്ന കാര്യമാണ്. അത് മനുഷ്യൻ ഈ ലോകമുള്ളിടത്തോളം കാലം മനുഷ്യനിലുള്ള സ്വഭാവമാണ്. അത് നന്നായിട്ട് അവതരിപ്പിക്കുക, പച്ചയായിട്ട് കാണിക്കുക, ആരെയും കൂസാക്കാതെ, ധൈര്യമായിട്ട് പേടിക്കാതെ, സമൂഹത്തെ പേടിക്കാതെ സിനിമയ്ക്ക് ഇങ്ങനെ കാരണം സത്യമായ കാര്യമാണ്. എന്തിനാ മറച്ചു വെക്കുന്നത്? അത് സഭ്യമായി എന്ന് കാണിച്ചു. ഫോർ എക്സാമ്പിൾ രതിനിർവേദം. അങ്ങനെ എത്ര പടങ്ങൾ അങ്ങനെ. അപ്പം ഈ സംഭവങ്ങൾ ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ അന്നും ഇന്നും കിടക്കുന്നുണ്ട്. ഈ കഥ 50 വർഷം കഴിഞ്ഞാലും ഇവരുടെ സിനിമകൾ എന്നും ഫ്രഷായിരിക്കും. അപ്പോൾ ഇന്ന് പറയുന്ന പല സിനിമകളും ന്യൂ ജനറേഷനിലൊക്കെ പറഞ്ഞ ധാരാളം സിനിമകൾ, ഒരുപാട് കാലത്തെ കലാകാരന്മാർ നല്ല ടാലൻസ് ഉള്ള ഒരുപാട് വരുന്നുണ്ട്. സിനിമ ടെക്നിക്കലി ഒരുപാട് വ്യത്യാസമായി ഇപ്പോഴും, അന്നത്തേൽ നിന്ന് ഒരുപാട് വളർന്നിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്, ശരിയാണ്, നല്ലത് തന്നെ, അതെല്ലാം വേണം. പക്ഷേ കഥകൾക്ക് പലപ്പോഴും ഒരു മൂല്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് പ്രത്യേകിച്ച് കച്ചവടങ്ങൾക്ക് വേണ്ടി മാത്രം സിനിമ എടുത്തിട്ട് അത് അവരെ ഇടാം, അവരെ വേണ്ട, മറ്റവർ മതി, അത് വേണ്ട, മറ്റേ എത്ര രൂപ കൂടുതൽ കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള ഒരു കച്ചവടം മാത്രം ഉദ്ദേശിച്ച് സിനിമകൾ ഇറക്കുന്നതുകൊണ്ട് ആ കച്ചവടം എന്നുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ ഇനിയിപ്പോൾ എങ്ങനെ പോയാൽ എന്താ, അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് കിട്ടി എന്നുള്ളൊരു അഭിപ്രായം ഞാനിപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിനിമയുടെ മൂല്യമില്ല, കാശ് മാത്രം മതി. പണ്ടതല്ല, പടം വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിർമ്മാതാവിനും ആഗ്രഹമുണ്ട്, നല്ല നല്ല പടങ്ങൾ വേണമെന്നും കൂടെ ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന്. ഇവരുടെ പ്രത്യേകത അതുതന്നെയായിരുന്നു.